channel. Now, video what is the advantage and disadvantage of airport staff? അപ്പോൾ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും കൂടെ ചേർത്തൊരു വീഡിയോ ചെയ്യാന്ന്. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ആദ്യം തന്നെ അഡ്വാൻറ്റേജ് എന്ന് തുടങ്ങാം. ഒരു ബെസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാഫ് ടിക്കറ്റ് തന്നെയാണ്. ദ എൻറ്റയർ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പർട്ടിക്കുലർ എയർലൈൻ എവിടേക്കാണോ ഫ്ലൈ ചെയ്യുന്നത്, ഡൊമസ്റ്റിക് ആവട്ടെ ഇൻ്റർനാഷണൽ ആവട്ടെ, എങ്ങോട്ടാണോ ഫ്ലൈ ചെയ്യുന്നത് അവിടേക്ക് നിങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടും. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, സിസ്റ്റർ, നിങ്ങളുടെ കുട്ടികൾ എല്ലാവർക്കും ഫ്രീ ടിക്കറ്റ് കിട്ടും. അതിൽ നിങ്ങൾക്ക് എയർപോർട്ട് ടാക്സ് മാത്രം പേ ചെയ്താൽ മതി. 2 തരം ടിക്കറ്റാണ് ഉണ്ടാവുക. ഒന്ന് കൺഫേം ടിക്കറ്റ്, പിന്നെ ഒന്ന് സ്റ്റാൻഡ് ബൈ ടിക്കറ്റ്. സ്റ്റാൻഡ് ബൈ ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സബ്ജക്റ്റ് ടു അവൈലബിലിറ്റി ആണ്. നിങ്ങളുടെ ഫ്ലൈറ്റ് ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഫ്ലൈറ്റിൻ്റെ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് അത്. മറ്റേത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺഫേം ടിക്കറ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 2 തരം ടിക്കറ്റാണ് ഉള്ളത്. അപ്പോൾ ഓരോ എയർലൈൻസിലും ഓരോ പോളിസിയാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഖത്തർ എയർവേസിലൊക്കെ കുറേ നമ്പർ ഓഫ് മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. 15 മെമ്പേഴ്സിനൊക്കെ ആഡ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കേട്ടു. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ബട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന എയർലൈൻസിൽ ഞങ്ങൾക്ക് ടോട്ടൽ 6 മെമ്പേഴ്സിനെയാണ് സ്റ്റാഫ് ടിക്കറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് നല്ലതല്ലേ. ഇപ്പോൾ ഒരുപാട് എയർപോർട്ട് ടിക്കറ്റ്സ് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാനും പോകാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ലെസ് ടൈം അല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അഫ്കോഴ്സ് അത് തന്നെയാണ് ഒരു ബെസ്റ്റ് അഡ്വാൻറ്റേജ് നമ്പർ 1. നമ്പർ 2 എന്നുള്ളത് അട്രാക്റ്റീവ് സാലറി തന്നെയാണ്. അപ്പോൾ നല്ല ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഒക്കെ ഖത്തർ എയർവേസ്, എമിറേറ്റ്സ് ഒക്കെ നല്ല ഗുഡ് സാലറി ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഇയർലി 3 times ഒക്കെ ബോണസ് ഉണ്ട്. പിന്നെ കമ്പനി പ്രോഫിറ്റ്, അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയും സെക്കൻഡ് എന്നുള്ളത് സാലറി തന്നെയാണ്. നമ്പർ 3 എന്താണെന്നറിയോ? നമ്മൾ എയർപോർട്ടിൽ ഒരുപാട് ആൾക്കാരെ കാണും കേട്ടോ. നമ്മൾ ഒരുപാട് ആൾക്കാരെ അടുത്ത് ഇന്ററാക്ട് ചെയ്യും. അതെല്ലാം ഓരോ സ്ഥലത്ത് നിന്ന്, ഓരോ നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഡെവലപ്പ് ആവും. നമ്മളിപ്പോ നമ്മുടെ ലാംഗ്വേജ് മലയാളമാണ്. അപ്പൊ നമ്മൾ എയർപോർട്ടിൽ ചെന്ന് കാണുന്നത് ഒരുപാട് ലാംഗ്വേജ്, നമുക്ക് അറിയാത്ത ലാംഗ്വേജ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എയർപോർട്ടിൽ വരുന്നത്. അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏക മാർഗം എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ല പോലെ ഡെവലപ്പ് ആവും. അതൊരു അഡ്വാൻറ്റേജ് തന്നെ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് എൻ്റെ കമ്മ്യൂണിക്കേഷൻ നല്ല പോലെ ഇമ്പ്രൂവ് ആയത് ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹിന്ദിയും, എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്നാലും അധികം സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഹിന്ദിയൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ പഠിച്ചു. ഇപ്പൊ ഞാൻ ഹിന്ദിയൊക്കെ സംസാരിക്കും. ഞാനിപ്പോൾ ഹിന്ദി സംസാരിക്കും, കന്നഡ സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും, തമിഴ്, മലയാളം, അതായത് നമുക്കറിയാലോ. അപ്പൊ ഇത്രയും 5 ലാംഗ്വേജ് ഞാൻ സംസാരിക്കും. അത് എനിക്ക് എയർപോർട്ടിൽ വന്നിട്ട് കിട്ടിയ ഒരു സ്കിൽ തന്നെയാണ്. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ അതിന് ഡിമാൻഡ് കൂടും അല്ലെ. അതുപോലെ തന്നെ ഈ എയർപോർട്ട് ഫീൽഡൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോയിങ് ആയിട്ടോണ്ടിരിക്കുന്നതാണ്. ഒന്നുകൊണ്ടും അത് താഴോട്ട് പോവില്ല. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജോലിക്കാണെങ്കിലും വാക്കൻസീസ് ആണെങ്കിലും വന്നുകൊണ്ടേയിരിക്കും. 5ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് സെക്യൂരിറ്റി ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ജോബ് എന്നും ഉണ്ടാവും. നിങ്ങൾ എയർലൈൻസിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്കുള്ള ഒരു തെറ്റായ ധാരണയാണ് നിങ്ങളുടെ ഒരു സൗന്ദര്യം നിലനിൽക്കുന്നത് വരെ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അത് 100% തെറ്റാന്ന് ഞാൻ പറയും. അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് ഒരു റിട്ടയർമെന്റ് ഉണ്ടാവും, അതുവരെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. 6ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ, അതിനെ ഓൾറെഡി പറഞ്ഞു. പിന്നെ കസ്റ്റമർ സർവീസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചീത്ത പറയാനും നിങ്ങളെ താഴ്ത്തി കെട്ടാനൊക്കെ ഒരുപാട് പേര് വരും. അപ്പോഴൊക്കെ നിങ്ങളുടെ സർവീസ് കൊണ്ട് നിങ്ങളുടെ എല്ലാ സ്കില്ലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും.
അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും നല്ല രീതിക്ക് മാറ്റം വരും. കാരണം നിങ്ങൾ പബ്ലിക്കിനോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഓഫ് സർവീസ്, അതേപോലെ ക്വാളിറ്റി എല്ലാം നിങ്ങൾക്ക് എപ്പോഴും കിട്ടും. അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആണ് കേട്ടോ. നിങ്ങളുടെ എൻ്റെ ഫാമിലിക്ക് ഇൻഷുറൻസ് കിട്ടും. ലൈക്ക് നിങ്ങളുടെ ഫാദർ, മദർ, ഹസ്ബൻഡ്, പിന്നെ നിങ്ങളുടെ ചിൽഡ്രൻ, അവർക്കൊക്കെ ഇൻഷുറൻസ് കിട്ടും. ആ ഇൻഷുറൻസ് എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാം. ലൈക്ക് ഹോസ്പിറ്റലിലൊക്കെ ക്ലെയിം ചെയ്യാം. അതൊരു നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. കാരണം ഡെലിവറിക്കും കാര്യത്തിനൊക്കെ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാവുന്നത് തന്നെയാണ്. അങ്ങനത്തെ എല്ലാം കുറച്ച് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ടൈം ഓഫ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ വീക്കിലി 2 ദിവസം ഓഫ് ഉണ്ട്. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പബ്ലിക് ഡേ ഒക്കെ, പബ്ലിക് ഹോളിഡേ ഒക്കെ ഇല്ലേ, അന്നൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ലീവ് കിട്ടിയില്ല എന്ന് വരും. പക്ഷെ നിങ്ങൾക്ക് ആ ലീവ് വേറൊരു ദിവസം നിങ്ങൾക്ക് ലീവാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് സിക്ക് ലീവ് ഇത്ര സിക്ക് ലീവ് ഉണ്ടായിരിക്കും. പിന്നെ AL ഉണ്ടായിരിക്കും, PL ഉണ്ടായിരിക്കും, കാഷ്വൽ ലീവ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ലീവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് മെറ്റേണിറ്റി ലീവ് നിങ്ങൾക്ക് ഒരു 6 months 15 days ഉണ്ടാവും. അത് കഴിഞ്ഞ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 year വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ 6 months 15 days എന്ന് വെച്ചത് പെയ്ഡ് ആണ്. ഫുൾ എമൗണ്ട് പെയ്ഡ് ലീവ് തന്നെയാണ് അവർ തരുന്നത്. അപ്പോൾ ഗേൾസിന് അത്ര തരും. പിന്നെ ബോയ്സിന് പെറ്റേണിറ്റി ലീവ് ഉണ്ട്. 7 days or 10 days പെറ്റേണിറ്റി ലീവ് ഉണ്ട്. അപ്പോൾ അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. അടുത്തത് ട്രെയിനിങ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഓരോ ട്രെയിനിങ് തന്നോണ്ടേയിരിക്കും. ലൈക്ക് ഇയർലി മന്ത്ലി ഒക്കെ നിങ്ങൾക്ക് ട്രെയിനിങ് തന്നോണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂമിങ്ങിനൊക്കെ നല്ല രീതിക്കുള്ള ഒരു ട്രെയിനിങ് തരും. നിങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇങ്ങനത്തെ കംപ്ലീറ്റ് കാര്യത്തിൻ്റെയും ട്രെയിനിങ് തരും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ടീം വർക്ക്, നിങ്ങൾ ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യേണ്ടി വരാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഒരു എൻ്റെ ടീം തന്നെ ഉണ്ടായിരിക്കും. അതിനിടയ്ക്ക് നിങ്ങൾക്ക് സെലിബ്രേഷൻസ് വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ്, ഓണായാലും വിഷു ആണെങ്കിലും അതെല്ലാം നമ്മൾ എയർപോർട്ടിൽ സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അഡ്വാൻറ്റേജ് പാർട്ടിൽ പറയാനുള്ളത്. അടുത്തത് നമുക്ക് ഡിസഡ്വാൻറ്റേജിലോട്ട് പോയാലോ. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം അല്ലേ. ആ ഡിസഡ്വാൻറ്റേജിൽ ആദ്യത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് വർക്ക് പ്രഷറാണ്. നല്ല പ്രഷർ ഉണ്ടായിരിക്കും, ഞാൻ പറയട്ടെ, ടു ബി ഫ്രാങ്ക്. കാരണം ഫ്ലൈറ്റ് ഡിലേ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രഷർ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യാൻ. പക്ഷേ അത് അപ്പം കഴിയും. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 12 hours ഷിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു 10 hours ഷിഫ്റ്റ് ആണ്. ആ ഷിഫ്റ്റിനുള്ളിൽ കഴിയും. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ആ ഹെഡേക്ക് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ലൈക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ഒരു ഇൻകൺവീനിയൻസും കൂടെ ഇല്ലാണ്ട് അവർ ഹാപ്പി ആയി ട്രാവൽ ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രഷർ നമുക്ക് എപ്പോഴും ഉണ്ട്. കാരണം ഫ്ലൈറ്റ് ഈ ക്ലൈമറ്റിനൊക്കെയാണ്, ലൈക്ക് റെയിനി സീസണൊക്കെ വരുമ്പോഴാണ് ഫ്ലൈറ്റ് എല്ലാം കൂടുതൽ ഡിലേ ആവാറ്. അപ്പോൾ നമുക്ക് നല്ല പ്രഷർ ഉണ്ടാവും. കാരണം പാസഞ്ചേഴ്സ് ഒക്കെ ഭയങ്കര റൂഡായിരിക്കും. ഫ്ലൈറ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവര് ചിലപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം സ്കെഡ്യൂൾ ചെയ്തിട്ടൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ ഫ്ലൈറ്റ് ഇപ്പോൾ ഒരു 2 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഡിലേ ആയി കഴിഞ്ഞാൽ ആരായാലും ചീത്ത വിളിക്കലേ. അപ്പോൾ ആ ചീത്ത വിളിച്ച് നമ്മളൊരു ചെറിയ പുഞ്ചിരിയോടെ അവരെ നേരിടുക. അതൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അടുത്ത ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറഗുലർ ഷിഫ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ട് 24/7 വർക്കിംഗ് ആണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഷിഫ്റ്റ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. ലൈക്ക് മോർണിംഗ് ഷിഫ്റ്റ്, ഏർലി മോർണിംഗ് ഷിഫ്റ്റ്, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്. ഈ ഏർലി മോർണിംഗ് ഷിഫ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം 4 മണിക്ക് റിപ്പോർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു 2:30ക്ക് നീക്കണം, എന്നിട്ട് കുളിക്കണം, പിന്നെ ഗ്രൂമിങ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ഭയങ്കര ഉറക്കപ്രാന്തി ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ബാംഗ്ലൂരിൽ നിന്നൊക്കെ വെതർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും. എല്ലാവരും നല്ല പുതച്ചു മൂടി ഉറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ഷിഫ്റ്റിന് പോവാം. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നൈറ്റ് ഷിഫ്റ്റും ഇതേ പറഞ്ഞ പോലെ നമുക്ക് ഉറക്കമില്ലായ്മയൊക്കെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഇറഗുലർ ഷിഫ്റ്റ് അത് എന്തായാലും ഉണ്ടാവും. എല്ലാ എയർലൈൻസിലും ഒരു സെയിം ഷിഫ്റ്റ് ആയിരിക്കില്ല. ജനറൽ ഷിഫ്റ്റ് ഒന്നും കിട്ടില്ല. മോർണിംഗ് 9 to 5 ഒന്നും കിട്ടില്ല. നിങ്ങൾ എല്ലാ ഷിഫ്റ്റും ഹാൻഡിൽ ചെയ്യേണ്ടായിരിക്കും. ചിലപ്പോൾ അത് മന്ത്ലി ഷിഫ്റ്റ് ആയിരിക്കും. ഒരു മാസം ഒരു പർട്ടിക്കുലർ ഷിഫ്റ്റ് കണ്ടിന്യൂസ് നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ ഷിഫ്റ്റ് മാറും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച മോർണിംഗ്, നെക്സ്റ്റ് വീക്ക്
ആഫ്റ്റർനൂൺ അത് കഴിഞ്ഞ് നൈറ്റ് അങ്ങനെയായിരിക്കും നിങ്ങളുടെ ഷിഫ്റ്റ് പാറ്റേൺ വരുന്നത്. അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ട്, കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഞാൻ അടുത്തത് പറയാനുള്ളത് തന്നെ വാരിയസ് ഹെൽത്ത് ഇഷ്യൂസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി ഉറക്കമൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എനിക്ക് പറയുമ്പോൾ PCOD ഒക്കെ എനിക്ക് ഈ ഇറഗുലർ പാറ്റേൺ കൊണ്ട് വന്നതാണ്. അപ്പൊ ഞാൻ അതൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഒരു എൻ്റെ റൂട്ടീൻ ഇല്ല. ലൈക്ക് ചിലപ്പോൾ മോർണിംഗ് നമ്മുടെ ഉറക്കം, ചിലപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഫുഡിങ് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു പ്രോപ്പറായിട്ട് ഒരു ടൈമിന് ഫുഡ് കഴിക്കുന്നില്ല. മോർണിംഗ് ഫുഡ് കഴിക്കുന്നത് ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും കഴിക്കുക, ഫ്ലൈറ്റ് പോയാലൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഒരു ചില സമയത്തൊക്കെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡിന്നർ മോർണിംഗ് 3 മണിക്കൊക്കെയാണ്. അപ്പം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വെതറാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നമുക്ക് എല്ലായിടത്തും വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഒരു ദിവസം ഓഫീസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഗേറ്റ്സിൽ പോകേണ്ടി വരും, നിങ്ങൾക്ക് കൗണ്ടേഴ്സിൽ പോകേണ്ടി വരും, നിങ്ങൾക്ക് റാം സൈഡിൽ ഫ്ലൈറ്റിൻ്റെ അടുത്ത് പോകേണ്ടി വരും. അപ്പോൾ ചില സമയത്ത് മഴയാണെങ്കിലും നിങ്ങൾ പോകേണ്ടി വരും, തണുപ്പാണെങ്കിലും നിങ്ങൾ പോകേണ്ടി വരും, വെയിലാണെങ്കിലും നിങ്ങൾ പോകേണ്ടി വരും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം തണുപ്പ്, വെയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ തണുപ്പ് ഒരിക്കലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നൈറ്റ് ടൈമിലൊക്കെ ബാംഗ്ലൂരൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ആ ഡിസംബർ ജനുവരി മാസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും റാം സൈഡിൽ ഫ്ലൈറ്റിന് അടുത്തോട്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നൈറ്റ് മെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് കുറച്ച് ഒരു വിഷമം തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. വരുന്നൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ ക്യാപ്പബിൾ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളെ എല്ലാവരും കൂടെ ഇപ്പോൾ ഒരു 100 പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യും, 100 പേര് നിങ്ങളെ ചീത്ത വിളിക്കും. അപ്പോഴും നമ്മുടെ ഉള്ളിലും അഫ്കോഴ്സ് നമ്മുടെ ഉള്ളിലും ദേഷ്യവും വികാരവും ഒക്കെ ഉണ്ടാവുമല്ലേ. അപ്പോൾ അതൊന്നും റിയാക്ട് ചെയ്യാതെ ഒരു ചിരിച്ച് നിൽക്കണം. അപ്പോൾ അത് നമുക്ക് ചിലർക്കൊക്കെ ഭയങ്കര സ്ട്രെസ്സും പ്രഷറും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ നമ്മുടെ വർക്ക് ലൈഫ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാണ്ട് വരും. കാരണം നിങ്ങൾക്കൊരു ബിസി സ്കെഡ്യൂളായി നിങ്ങൾ വർക്കായിട്ട് ബിസി ആയി പോകും നിങ്ങൾക്ക്. അപ്പോൾ ലൈക്ക് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈമൊക്കെ കിട്ടാണ്ട് വരും. അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് ഞാൻ. അതും ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് കേട്ടോ, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത്. സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും വരാം. ബൈ ബൈ.